ഹായ് ഫ്രണ്ട്സ്, ഞാൻ മിഴി. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ വിൻ്റർ കഴിഞ്ഞ് സ്പ്രിങ്ങിനെ വെൽക്കം ചെയ്യുന്ന സെലിബ്രേഷനാണ്. ഗാമൽ സ്റ്റഡിയിൽ വെച്ചാണ് ഈ സെലിബ്രേഷൻ നടക്കുന്നത്. അതിന് ഞങ്ങൾ പങ്കെടുക്കാൻ പോവാണ്. നോർത്തേൺ സ്വീഡനിലെ വിൻ്റർ നല്ല ഡാർക്ക് ആൻഡ് സ്കേറിയാണ്. അതുകൊണ്ട് വിൻ്റർ കഴിഞ്ഞിട്ടുള്ള സ്പ്രിങ്ങിനെ സ്വീഡിഷുകാർ നല്ല ആഘോഷത്തോടെയാണ് വെൽക്കം ചെയ്യുക. ബസ് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ ആദ്യം ആരെയും കണ്ടില്ല. അപ്പം ഞങ്ങൾക്ക് ഇത്തിരി സംശയം തോന്നി കറക്റ്റ് സ്ഥലത്താണോ എത്തിയതെന്ന്. അപ്പോഴാണ് കുറച്ച് മലയാളികൾ നടന്നു വരുന്ന കണ്ടത്. ലുലിയയിൽ വന്നിട്ട് ആകെ കുറച്ച് മലയാളികളെ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുള്ളൂ. അതിലുള്ള കുറച്ച് പേരായിരുന്നു അവർ. പിന്നെ ഞങ്ങൾ അവരുടെ കൂടെ കൂടി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഒത്തിരി പേരുണ്ടായിരുന്നു ഇതിൽ പങ്കെടുക്കാൻ. അതിൽ ചെറിയ കുട്ടികൾ മുതൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ളവർ വരെ ഉണ്ടായിരുന്നു. ലുലിയയിൽ വന്നിട്ട് ഇത്രയും അധികം ആൾക്കാരെ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. ഇതൊരു ഓപ്പൺ മ്യൂസിയത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അവിടെ ആൾക്കാരെല്ലാം പല പല ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനും അവിടെയുള്ളൊരു കുതിരേൻ്റെ മുകളിൽ കയറി കളിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഇപ്പം രാത്രി 8 മണിയായി, എന്നാലും നല്ല വെളിച്ചമുണ്ട്. സമ്മർ ആകുമ്പോൾ ഇനി 24 hours ഡേ ലൈറ്റ് ഉണ്ടാകുമെന്നാണ് കേട്ടത്. അതെന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കുറേ പേര് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. ബോൺഫയറിൻ്റെ ടൈം ആവാറായപ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു. ഞങ്ങളും അങ്ങോട്ട് പോയി. ബോൺഫയറിന് മുമ്പുള്ള കൊയർ നടക്കുമായിരുന്നു അവിടെ. അത് കഴിഞ്ഞപ്പോൾ ബോൺഫയർ സ്റ്റാർട്ട് ചെയ്തു. കുറേ മരക്കമ്പുകളൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് ബോൺഫയർ. ബോൺഫയർ ചെയ്തു കഴിഞ്ഞാൽ ഡെവിൾസ് എല്ലാം പോകുന്നതാണ് ഇവരുടെ വിശ്വാസം. തീ ആളി കത്താൻ തുടങ്ങിയപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഈ തണുത്ത ക്ലൈമറ്റിൽ ആ ചൂട് ഞങ്ങൾ എൻജോയ് ചെയ്തു. അപ്പോഴാണ് നല്ലൊരു കൊയർ കേട്ടെ. അപ്പോഴത്തേക്കും രാത്രി 9 മണിയായി. ഞങ്ങൾ തിരിച്ചു പോയി. അപ്പോൾ എത്രയുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.